ഇന്ന് നമുക്ക് ഫ്രാക്ഷൻ കസ്രി താദാദിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഫ്രാക്ഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. കസ്രി താദാദ് എന്ന് ഉറുദുവിൽ പറയും. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അംശം, ഭാഗം എന്നൊക്കെ അർത്ഥം. അതിൻ്റെ ചില വീഡിയോസുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കും, കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇതിലിപ്പോൾ ഉറുദുവിൽ ഈ കസ്രി താദാദ് ഈ രൂപങ്ങളിലാണ് ഉണ്ടാവുക. അത് ഉറുദുവിൽ എങ്ങനെ പറയും, അതിൻ്റെ രൂപം, അതിൻ്റെ മലയാളം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കൂ, കാൽ, മൂന്നിലൊന്ന്, പിന്നെ അര, രണ്ടര, മുക്കാൽ, കാല്, ഒന്നര, അര. ഇതിൻ്റെ ഉറുദുവിൻ്റെ മലയാളമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ കാലിന് എന്താണെന്ന് പറയുക? പാവ് എന്ന് പറയും. പാവ്. മൂന്നിലൊന്നിന് എന്താ പറയുക? തിഹായി എന്ന് പറയും. അരക്ക് ആധാ ഘണ്ട, അരമണിക്കൂർ. ആധാ ഘണ്ട ഹോഗയ ബായ്, അരമണിക്കൂറായി ഞാൻ അവിടെ കാത്തു നിൽക്കുന്നു എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ പാവ് എന്ന് പറയുമ്പോൾ കാല്, അഥവാ പിന്നെ സവാ ഏക്ക്, ഒന്നേകാല്, പാവ് ഏക്ക് എന്ന് പറയില്ല, സവാ ഏക്ക് എന്ന് പറയാം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ വീഡിയോ നമ്മളെ യൂട്യൂബിൽ ലിങ്കിലും ഉണ്ടാവും, നോക്കിയാൽ മതി. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അപ്പോൾ ഇനി ഡഹായി എന്ന് പറയും. രണ്ടരക്ക് ഡഹായി. നമ്മൾ ഉച്ചരിക്കുമ്പോൾ അടൈ ബജ എന്ന് പറയുക. ഇവിടെ എഴുതുമ്പോൾ ഡഹായി എന്നായിരിക്കും. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ 2:30 ആയിക്കാണ്, ഇപ്പം എത്ര സമയമായി? 2:30. അപ്പോൾ എങ്ങനെ ഉറുദുവിൽ പറയാം? കിतना ടൈം ഹുവാ ആയ ഭായ്? അടൈ ബജ് ഗയാ യാർ, അടൈ ബജ് ഗയാ എന്ന് പറയും. അടൈ എന്നാണ് പറയുമ്പോൾ, ഉച്ചരിക്കുമ്പോൾ. എഴുതുമ്പോൾ ഡഹായി എന്നായിരിക്കും. പിന്നെ മുക്കാലിന് പൗനെ. ഇപ്പം നമ്മൾ പഠിച്ചല്ലോ, 1:45 പൗനേതോ, 2:45 പൗനേത്തീൻ, അങ്ങനെ മുക്കാലിന് പൗനെ എന്നാണ് പറയാം. പിന്നെ കാല് സവ. അപ്പോൾ അവിടുത്തെ കാല് വേറെയാണ്, ഇവിടുത്തെ കാല് വേറെയാണ്. അവിടുത്തെ കാല് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഉപയോഗിക്കലായിരിക്കും. സമയം പറയുമ്പോൾ സവ ഏക്, സവ ദോ, അങ്ങനെ സവ എന്നാണ് ഇവിടെ ഉപയോഗിക്കുക. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ദേഡ്, 1:30ക്ക് ദേഡ് ബജ എന്ന് പറയും. ഒന്നരക്ക് ദേഡ് എന്ന് പറയുന്ന വാക്ക് തന്നെ. ഇപ്പോൾ 1:30 മണിയായി എന്ന് പറയണമെങ്കിൽ ദേഡ് ബജികയ, 1:30. പിന്നെ അര, സാഡെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ അരക്ക് സാഡെ എന്നും പറയും, ആദാ എന്നും പറയും, സാഡെ. ഇവിടെ സാഡെ എന്ന് ഉദ്ദേശിക്കുന്നത് സമയം പറയുമ്പോൾ സാഡെ എന്ന് ഉപയോഗിക്കും. മറ്റേ അരക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആധാ ഘണ്ട അതും ഉപയോഗിക്കും. ആധാ ഘണ്ട എന്ന് പറയും. സാഡേ ഘണ്ട എന്ന് പറയില്ല, ആധാ ഘണ്ട. അരമണിക്കൂറായി ഞാൻ അവിടെ കാത്തു തുടങ്ങിയിട്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ. അത് ആധേ ഘണ്ടേ സെ ഹം ഇധർ ഇന്തിസാർ കർ റഹാ ഹൂം എന്നൊക്കെ പറയും നമ്മൾ. പക്ഷെ സമയം പറയുമ്പോൾ സാഡേ ഏക്, സാഡേ ദോ, സാഡേ തീൻ, അങ്ങനെ 3:30, 4:30 എന്നൊക്കെ പറയും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാനിതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ കസ്രി താദാദ് ഫ്രാക്ഷൻ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ ഏകദേശം പിന്നെ കണക്കും കാര്യങ്ങളൊക്കെ പഠിച്ചവർക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹു തആല. അപ്പോൾ ആ വീഡിയോസുകൾ ഒന്ന് കാണാം കേട്ടോ.